ഹായ്, നമസ്കാരം. ഇപ്പം നമ്മുടെ പടം ഈ വരുന്ന 30-ന് 2 ദിവസം തന്നെ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് പ്രകമ്പനം. എനിക്ക് തോന്നുന്നു യുവന്മാരുടെ റിയൽ ലൈഫിലേക്കാളും കൂടുതൽ തഗ് വൈബുകൾ നിറഞ്ഞുകൊണ്ട് ഒരു അർമാദം കമിച്ചിട്ടൊരു പടം തന്നെയാണ് പ്രകമ്പനം. തീർച്ചയായിട്ടും ഇത് എല്ലാവരും പ്രകമ്പനം കൊള്ളിക്കും ഒരു വാക്കായിരുന്നു. കാരണം കഴിഞ്ഞ എൻ്റെ പടത്തിന് കിട്ടിയ നല്ലൊരു സ്വീകരണം കിട്ടിയിരുന്നു. എനിക്ക് അതിനേക്കാളും നല്ലൊരു ഉറപ്പുണ്ട് ഈ പടത്തിൽ. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ടെൻഷനുണ്ടോ, പടം ഇറങ്ങാൻ പോകില്ല, ടെൻഷൻ ഉണ്ടോ. പ്രൊഡ്യൂസേഴ്സിൽ ഇതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സിൻ്റെ കുറേ ആൾക്കാരുണ്ട്, അവർ കാണുമ്പോൾ ചോദിക്കും ടെൻഷനുണ്ടോ. ഒരു ടെൻഷനും ഇല്ല എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. ഒരു ടെൻഷനും, വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് ഇത് എന്തായാലും ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു പടമാണെന്ന്. കാരണം അത്രത്തോളം ഇതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പടം എഴുതിയിട്ട് ഏകദേശം ഒരു 6 മന്തിൻ്റെ ഉള്ളിലാണ് ഒരു പടം. വേറൊരു പടം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കുറച്ച് നീണ്ടുപോയ സമയത്ത് എന്നാൽ പിന്നെ ഒരു വേറെ ചെറിയൊരു പടം എന്നുള്ള രീതിക്ക്, ചെറിയൊരു പടം എന്നുള്ള രീതിക്കാണ് ഇതിന് കൺസേൺ ചെയ്ത് നമ്മൾ വന്നത്. പക്ഷെ അത് വന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിലെത്തി, ശ്രീധരൻ്റെയും സുധീഷേട്ടയിലും കാർത്തിക് സാറിൻ്റെ കയ്യിലെത്തി കഴിയുമ്പോൾ ഇതൊരു വലിയൊരു സിനിമയായി മാറി. വരും ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അറിയും ഇതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. അതെന്തായാലും അത് പ്രൊഡ്യൂസർ തന്നെ റിവീൽ ചെയ്യും. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ഊർജ്ജമാണുള്ളത്. ഞാൻ 2002 മീശോ എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ നിർമ്മാതാവായത്. അപ്പം ഇത്ര വർഷത്തെ യാത്രകളിൽ കുറച്ച് സിനിമ ചെയ്യാൻ അവസരം കിട്ടി. പക്ഷേ ഈ സിനിമയ്ക്ക് ഇനി വളരെ പ്രത്യേകതയുണ്ട്. എൻ്റെ കൂടെയുള്ള ശ്രീജിത്ത്, അദ്ദേഹം എല്ലാവരും ഈ ഒരു സിനിമയുടെ ആത്മാവ് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്ത് ചെയ്യാവുന്ന മാക്സിമം ഈ സിനിമയ്ക്ക് ആസ് എ പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഇവർ, പിന്നെ ആർട്ടിസ്റ്റ്, ഡയറക്ടർ, എല്ലാവരും, റൈറ്റർ, ഒരു പുതിയ നല്ല ടീമിൻ്റെ കൂടെ ഇത്രയും ചെറുപ്പക്കാരെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഒരു 10 വയസ്സ് കുറഞ്ഞവർക്ക് ഫീൽ ചെയ്യുന്നു. ഇത് യൂത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. കാരണം ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരു നോട്ട് വളരെ നോവൽറ്റി ഉള്ള ഒരു സംഭവമാണ്. സാധാരണ ഇങ്ങനെ ഹൊറർ കോമഡി പല കാറ്റഗറി വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു ഫ്രഷ് എലിമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് മറ്റന്നാൾ മനസ്സിലാവും. നിങ്ങൾ മീഡിയക്കാരൊക്കെ ഇതുവരെ നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിലും ഈ ചിത്രത്തെ മഹാവിജയമാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. ഞാൻ ശ്രീജിത്തിനും പറയണം. ആക്ച്വലി ഞാൻ ഒന്ന് കാലക്കോട് ചിരിക്കുന്ന സമയത്താണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് വിജേഷൻ വരുന്നത്, സുധീഷേട്ടനുമായിട്ട്. കുറേ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ഇരിപ്പിൽ തന്നെ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റിയ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നത് ഇതായിരുന്നു. ഞങ്ങൾ കുറേ സാധനങ്ങൾ നോക്കിയതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ എൻ്റർ ആവുകയും ആക്ച്വലി നവംബറിൽ കണ്ടു, ജനുവരിയിൽ ഓണായി, ഡിസംബറിൽ തന്നെ ഓണായി. അത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് സംഭവിച്ചത്. പിന്നെ അത് ഒരു എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രോമാഞ്ചം അങ്ങനത്തെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. യൂത്ത് വൈബ് പടമാണ്. വളരെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ ആയാലും ആക്ടേഴ്സ് ആയാലും ക്യാമറ ആയാലും ടെക്നീഷ്യൻസ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ടോട്ടലി നല്ലൊരു ഔട്ട്പുട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സാധനങ്ങളെല്ലാം ത്രൂ ഔട്ട് നമ്മളും ഇനിയും ഇതേപോലെ തന്നെ ഉണ്ടാവും വിചാരിക്കുന്നു. ഇനി ആക്ടേഴ്സിലേക്ക് നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ നമുക്ക് വേണ്ടി എത്തിച്ചേർന്നതിൽ. പറയുന്ന പോലെ തന്നെ എനിക്ക് ഇവർ വന്ന സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു പ്രത്യേകതയുള്ളൊരു സബ്ജക്റ്റായിട്ട് തോന്നി പ്രകമ്പനം. ശ്രീഹരിയും വിജേഷും കൂടെ ആയിരുന്നു ഈ പടം എഴുതിയത്. വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പടം. അതുപോലെ തന്നെ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും ശ്രീധരനായാലും സുധീഷിൻ്റെ മീശമാധവൻ പോലും സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളെ പോലെ ഒരു ചെറിയ യൂത്ത് ആൾക്കാരോട് വന്നിട്ട് ഒരു പടം ചെയ്യുകയാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളി എപ്പോഴും നമ്മളുടെ അടുത്ത് വന്നത് വളരെ പ്രസൻറ്റായിട്ട് എനർജിയോടെ നമ്മളവിടെ ഒരു മുഖത്തൊരു പ്രശ്നമൊന്നും ഒരു കാണിക്കാതെ നമ്മളോട് ഹാപ്പി ആയിട്ടാണ് ഈ ഷൂട്ട് പൂർത്തിയാക്കിയത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻ, കാർത്തികേയൻ, നവരസ. അപ്പോൾ ആദ്യം പ്രൊഡ്യൂസറോടും നന്ദി പറഞ്ഞുകൊണ്ട് ഡയറക്ടറോടും റൈറ്ററോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ 30-ാം തീയതി വരെയാണ് തിയേറ്റേഴ്സിൽ. ഇപ്പോൾ വന്ന് എല്ലാ
എന്താ പറയണ്ടേ, ഇതിൻ്റെ ട്രെയിലറായാലും പാട്ടായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം 30-ാം തീയതി എല്ലാവർക്കും തിയേറ്ററിലോട്ട് കാണാം. താങ്ക് യു. ഭയങ്കര സന്തോഷം എല്ലാവരും കൂടെ എത്തിച്ചേരുന്നതല്ലേ. ഈ പടത്തെ പറ്റി ആധികാരികമായിട്ട് എല്ലാവരും സംസാരിച്ചു. എൻ്റെ പ്രൊഡ്യൂസർ ശ്രീതേട്ടനാണെങ്കിലും സുധീഷ് ചേട്ടനാണെങ്കിലും വിജയ് ചേട്ടനാണെങ്കിലും ഒക്കെ സംസാരിച്ചതിന് കൂടുതൽ ഇതിനെ പറ്റി എന്ത് പറയുന്നതിന് ഞാൻ അർത്ഥമില്ല. അത് നിങ്ങൾ തന്നെ കണ്ട് അത് വിലയിരുത്തണം. പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിനെക്കാട്ടും വലിയ പ്രതീക്ഷ ഓഡിയൻസിന് കിട്ടുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പടത്തിൻ്റെ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും ഇറങ്ങിയ സോങ് ആണെങ്കിലും എല്ലായിടത്തും എത്തുമ്പോൾ വലിയൊരു ചർച്ച സിനിമയ്ക്ക് ഉള്ളിലുണ്ട്. ഈ പടം നന്നായി വന്നിട്ടുണ്ട്, സിനിമയിൽ വരയ്ക്കുന്ന എല്ലാവരുടെ ഇടയിലുണ്ട്. ആ ഒരു ചർച്ച 30-ാം തീയതി ഇറങ്ങുമ്പോൾ എല്ലാ ഓഡിയൻസിനും അത് കണക്ട് ആവട്ടെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന വലിയൊരു സിനിമയായി മാറട്ടെ. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ 30-ാം തീയതി തുടങ്ങിയാണ്. അത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ പടത്തിൽ ഇതൊരു മെയിൻ റോളാണ് എനിക്ക് വിജയ് ചേട്ടൻ തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനും സുബ്രഹ്മണ്യനും ഒക്കെ വീഡിയോസ് ചെയ്ത് എങ്ങനെയും സിനിമയിലെത്തണം എന്നും പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ പുറത്തുള്ളവർക്ക് ഒരു ചിന്തയുണ്ട്, ഈ വീഡിയോസ് ചെയ്യുന്നവന്മാർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിലോട്ട് എടുത്തിടുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. പണ്ട് എങ്ങനെയാണോ ഈ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ വന്നത്, അതുപോലെയാണ് ഇപ്പം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സിനിമയിലെത്തുന്നത്. അപ്പം അത് ഈ ഒരു സിനിമ കൊണ്ട് മാറും. കാരണം ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ടല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എന്നെ സുബ്രഹ്മണ്യനെയൊക്കെ ഈ പടത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. കാരണം വലിയ റോളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തായാലും ഈ പടം കൊണ്ട് അത് മാറും. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് സ്പോട്ട് ഇംപ്രവൈസേഷൻ നമുക്ക് ഇവരെല്ലാവരും നമുക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ ഈ പടം വലിയൊരു വിജയമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടന്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഏതാണ് എന്നുള്ളൊരു ചെറിയൊരു ബോധ്യമുണ്ട്. കാരണം എല്ലാ ആഴ്ച നമ്മൾ കണ്ടന്റുകൾ ഇറക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടന്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ട്. ഹായ്, ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. ജാനുവരി 30 റിലീസാവാനായി ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാവരും കണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫിലിമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരാണ്. ഇവർ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ബന്ധേരായിട്ട് ഞാൻ മാത്രമല്ല, ഇതിൽ 2-3 ക്യാരക്ടേഴ്സ് കൂടി ഉണ്ട്. ഗായത്രി, അനക, കുറച്ച് പേരും കൂടി ഉണ്ട്. സന്തോഷമുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ആയിരുന്നു പ്രകടനത്തിന്റെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും. ഇനി ഞാനായിട്ട് ഇത് അടിപൊളി എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും 30-ാം തീയതി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റിവ്യൂ തരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിനോടും പ്രൊഡ്യൂസറിനോടും ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം ചെറിയൊരു മൊബൈൽ സ്ക്രീനിൽ കൊണ്ടുവന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് നിൽക്കുന്ന എന്നെയും അമീനെയും സനീഷിനെയും പോലെയുള്ള വ്യക്തികളെയൊക്കെ ഇതുപോലുള്ള വലിയ കഥാപാത്രങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവർ കാണിച്ചൊരു മനസ്സ്, അതിനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. കാരണം പലർക്കും ഇങ്ങനൊരു ഡൗട്ടുണ്ട്, ഇതുപോലെ റീൽസൊക്കെ ചെയ്യുന്നത്. നമ്മൾ റീൽസിൻ്റെ മീറ്റർ ആയാലും ഇപ്പോൾ സ്റ്റേജ് ഷോയിൽ കാണിക്കുന്ന മീറ്റർ ആണെങ്കിലും സിനിമയിലുള്ള മീറ്റർ ആണെങ്കിലും എല്ലാം പലതാണ് ആക്ടിങ്ങിൻ്റെ. അപ്പം റീൽസിൽ നമ്മൾ കുറച്ച് സ്പീഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്, അതായിരിക്കത്തില്ല സിനിമയിൽ വേണ്ടത്. പക്ഷേ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കി ഇപ്പോൾ ഒരു നല്ല ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം, അപ്പോൾ ഓക്കെ ആണെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളെ സിനിമയിൽ വിളിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് നല്ലൊരു കഥാപാത്രം തന്നു നമ്മളത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഡബ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയാണ്. വിജയം എന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് ഞാൻ കാണുന്നു. ഈ പടം 100% വിജയിക്കും. ഇതിപ്പോൾ നമ്മൾ അഭിനയിച്ചത് കൊണ്ടും നമ്മൾ പ്രവർത്തിച്ച ഒരു സിനിമ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. നമ്മളിപ്പോൾ ഞാൻ ഒരുവിധമുള്ള എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ സിനിമയും വ്യക്തിപരമായിട്ട് കണ്ട് എൻ്റെതായ രീതിയിലുള്ളൊരു അഭിപ്രായം ഞാൻ പറയാറുമുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് 100% ഉറപ്പാണ് വിജയിക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്കും മുൻനിരയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. ഞാനും ഇതുപോലെ ഫ്ലവേഴ്സ് പോലുള്ള ചാനൽ ഷോസിലൂടെ മിമിക്രി ഒക്കെ ചെയ്തിട്ടാണ്, ഇതുപോലെ നാടകങ്ങളൊക്കെ ചെയ്താണ് കലാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്.
പിന്നെ ഒരു 4 സിനിമ ചെയ്തതിന് ശേഷമാണ് പല്ലി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയതും. അതിലൂടെയാണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദചേട്ടൻ വിളിച്ചിട്ട് എടാ വിജേഷ് എന്നൊക്കെ ഡയറക്ടർ വിളിക്കും, ഒന്ന് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം വിജേഷ് ചേട്ടൻ വിളിച്ചു, കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞു. കൊച്ചിയിൽ വന്ന് കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വേറെ ആരോ ചെയ്യാൻ വെച്ചൊരു കഥയാണെന്ന് ചോദിച്ചൊരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിജേഷ് ചേട്ടനോട് ചോദിച്ചു ഇതാരാ ചെയ്യുന്നത്, എന്നോടൊന്നും നീയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പോലും ധൈര്യമില്ല, കാരണം നമ്മൾ റീഡൊക്കെ ചെയ്യുന്നത് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കണ്ടന്റാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് പുള്ളിയുടെ വലിയൊരു സ്ക്രിപ്റ്റാണ്, വലിയൊരു ക്യാരക്ടറാണ്. എത്രമാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാവരും ജനുവരി 30 തിയേറ്ററിൽ ചെന്ന് കണ്ട് വിലയിരുത്തുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അത്രമാത്രം പറയാനുള്ളൂ. താങ്ക് യു. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ സമയം വരെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ പേരെടുത്ത് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ പോലും എനിക്കിവിടെ പേരെടുത്ത് പറയുന്ന കുറച്ച് പേരുണ്ട്. അശ്വിൻ, വല്ലഭൻ, അതുപോലെ തന്നെ നമ്മുടെ നന്ദുവേട്ടൻ, അതുപോലെ ശശിയേട്ടൻ, കമലാഷേട്ടൻ. ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു ഈ സിനിമ. ശരിക്കും ഈ പടം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. കാരണം അത്രയും നല്ല ടീം വർക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പടം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പം എന്തായാലും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അല്ലേ, ഒരു 2 വാക്ക് സംസാരിക്കാൻ അതിൻ്റെ റൈറ്റർ ശ്രീഹരിനെ, ആളെപ്പോഴും ഒന്ന് ഒതുങ്ങി സൈലന്റ് ആയിട്ടിരിക്കും. വളരെ നല്ലൊരു ഫ്യൂച്ചറുള്ള റൈറ്ററാണ് ശ്രീഹരി. ഈ പടത്തോടെ എല്ലാവർക്കും ബോധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീഹരി, പ്രകമനത്തിൻ്റെ റൈറ്ററാണ്. ആദ്യത്തെ വർക്കാണ്. അപ്പോൾ വിജയ് ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ വേറൊരു പ്രൊജക്റ്റിലാണ് ആദ്യം കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ വിജയ് ചേട്ടൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്താലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് പ്രകമ്പനം തുടങ്ങിയത്. എടുത്തു വന്നപ്പോഴേക്ക് ഭയങ്കര രസമുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കണ്ടിട്ട് പറയുക, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഉറപ്പുണ്ട്. താങ്ക്സ്. അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നമ്മളെ വിട്ടുപോയൊരു വലിയ കലാകാരൻ, എല്ലാവർക്കും അറിയാം, നമ്മുടെ കലാഭവൻ നവാസ്കയുടെ അവസാനത്തെ ഡേ ഓഫ് സീൻ നമ്മൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. വളരെ നന്നായിട്ട് വന്നൊരു സീൻ. ലാസ്റ്റ് ഡേയിൽ അത് ഷൂട്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അന്ന് രാത്രി നമ്മൾ ഈ സംഭവം അറിയുന്നത്. അതിൽ വലിയൊരു ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് മൊത്തം കിടപ്പുണ്ട് ഈ സിനിമയിൽ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇറങ്ങുന്നതോടെ അതിലൊരു എന്താ പറയുക, ഒരു ചെറിയ സന്തോഷം നമുക്ക് ഈ സിനിമയോട്. കാരണം അന്ന് നല്ല രീതിയിൽ എൻ്റെ ഫാദറിൻ്റെ കഥാപാത്രമാണ് നമസ്കാർ ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാവർക്കും കാണാൻ പറ്റും നമുക്ക് തിയേറ്ററിൽ. താങ്ക് യു. 2026 തുടങ്ങി ഗംഭീരമായിട്ട് നല്ല ഫീൽ ഗുഡ് മൂഡിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തിയേറ്ററിലും പ്രേക്ഷകരിലും ഓരോ പ്രകമ്പനം കുളിക്കാൻ പ്രകമ്പനം എത്തിയിരിക്കുകയാണ് ആക്ച്വലി. അപ്പം ഞങ്ങൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ബോയ്സ് ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജോണർ ചെയ്യാൻ, അല്ലെങ്കിൽ നദികൾ സുന്ദരി എന്ന ഒരു നാടൻ വൈബിലുള്ള ചിത്രം എടുത്തിട്ട് ഇങ്ങനെ ഒരു മോഡിലേക്ക് പോകാൻ എന്നുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? അല്ല, അത് കഴിഞ്ഞതിന് ശേഷം നദികൾ സുന്ദരി എന്ന കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വേറൊരു സബ്ജക്റ്റാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു അത്. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ബാക്കി പരിപാടിയൊക്കെ ബാംഗ്ലൂർ വെച്ചാണ് നടന്നുകൊണ്ടത്. അപ്പോൾ അവിടെ വെച്ചാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീഹരിനെ ഇൻവൈറ്റ് ചെയ്തത് ഈ പടത്തിലോട്ട്. അപ്പം അത് ഏകദേശം എഴുതി കഴിഞ്ഞു. അതിൻ്റെ ബഡ്ജറ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. പിന്നെ അത് വളരെ അതിൻ്റെ നീക്കുപോക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി അത് നീണ്ടു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകും. അതിൻ്റെ ഇടയിൽ ഒരു പടം ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ഓൾറെഡി ഇതിൻ്റെ ഒരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പല സമയങ്ങളായിട്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾക്കറിയും, സർവമായ എന്ന പടത്തിന് എഡിറ്റർ രതിൻ രാധാകൃഷ്ണൻ. രതിനോടാണ് ഞാൻ ഈ കഥ എപ്പോഴും ഡിസ്കസ് ചെയ്യാം. രതിൻ പല അഭിപ്രായങ്ങൾ പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ശങ്കർ ശർമ്മ, ഇവരോടാണ് ഞാൻ എപ്പോഴും ഇതിൻ്റെ ഈ കഥ പറയാം. ആ കഥയിൽ എനിക്കൊരു വിശ്വാസം വന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ശ്രീഹരി ബ്രോയോട് ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി പറയും. പിന്നെ നമ്മളത് അതങ്ങ് ചെയ്തു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് ഓണാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല. അത് ശ്രീഹരി ബ്രോക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തു, എന്തായാലും ഈ പടം നമ്മളൊരു 6 മാസം കൊണ്ട്, അല്ലെ, എഴുതി കഴിഞ്ഞാൽ ഒരു 6 മാസം 5 മാസം ഈ പടം നമ്മൾ ഓണാക്കുന്നു പറഞ്ഞു. അത് ഏറെക്കുറെ ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ ശ്രീതേട്ടനും അതുപോലെ സുധീഷേട്ടനും കത്തിസാരൊക്കെ വന്നുകൊണ്ട് അത് നടന്നു ഭംഗിയായി തന്നെ. ഞാൻ ഇവരെ ഇരുത്തിക്കൊണ്ട് പറയല്ല, പ്രൊഡക്ഷൻ തന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ പടത്തിന്റെ വിജയം എന്ന് പറയാം. കാരണം പ്രൊഡക്ഷൻ അത്രത്തോളം നല്ല സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും നോ എന്ന് പറയാറില്ല.
അത് ഓക്കെ ആണെങ്കിൽ ചെയ്തോന്ന് മാത്രമേ പറയൂ. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ വരുമ്പോഴേ നമുക്ക് നല്ല ഔട്ട് കിട്ടുള്ളൂ. അത് ഒരു ഡയറക്ടേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു വല്ല മഹാഭാഗ്യമാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പോയതെന്നല്ല, അടുത്ത പടം തരാൻ വേണ്ടി പറയുന്നതല്ല. ശ്രീധരനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും കട്ടൊക്കെ കൂടിയുണ്ടായിരുന്നു ഈ സമയം വരെ. നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് പോലും തോളത്ത് കൈതട്ടി അതെല്ലാം ശരിയാവുന്ന പറഞ്ഞ് തട്ടി സമാധാനിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ടിരിക്കുന്ന ഈ നവരസ ഫിലിംസ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. നമസ്കാരം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചോദിക്കുന്നത് സ്ഥിരം ചോദ്യം, പണിക്ക് ശേഷം വരുന്ന സിനിമകളെല്ലാം അതേപോലത്തെ ഒരു ജോണറാണോ അല്ല അതേപോലത്തെ ജോണർ ചെയ്യാനാണോ ഇഷ്ടം? കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു, എനിക്ക് കോമഡി പടങ്ങൾ ചെയ്യാനാണ് ഇച്ചിരി താല്പര്യം, അല്ലെങ്കിൽ പണി കഴിഞ്ഞ ശേഷം ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ വന്നതിന് ശേഷം അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു കഥാപാത്രമാണ് പ്രകമ്പനത്തിലേത് എന്ന് പറയാം. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴും ഞങ്ങൾക്ക് തോന്നി പക്ക ഒരു കിളി പോയ ഒരു കഥാപാത്രം, ശരിക്കും എൻജോയ് ചെയ്ത് ആർക്ക് എന്താ പറയുക ഒന്നും നോക്കേണ്ട ഒരു ബൗണ്ടറീസ് ഇല്ലാത്തൊരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ഉറപ്പായിട്ടും. കാരണം പണി നമുക്ക് ലൈഫ് തന്നു, ഒരു വലിയൊരു വഴി തുറന്നു തന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിജയശേഖരനും ശ്രീഹരിയും വന്ന് കഥ പറഞ്ഞപ്പോൾ ഈ കഥ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഒരു നട്ടല്ലേ. അപ്പം ഞാൻ ഉറപ്പിച്ചു അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു പരിപാടി പിടിക്കണം, നല്ലൊരു കഥ ദൈവം കൊണ്ട് തന്നു, ഇനി അത് നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുണ്ട്. ഞാൻ അമീൻ്റെ അടുത്ത് പറയുന്നോടാ ഈ സിനിമ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത് ഞാൻ വിചാരിച്ച ലെവലിൽ പോയി എൻ്റെ സിനിമയുടെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോകും. അതങ്ങനെ പറയാനുള്ള കാരണം അത്രയും വിശ്വാസമുള്ള കാരണമാണ്. അത് നിങ്ങളോടും കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത്. വലിയൊരു പ്രതീക്ഷയുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ പ്രതീക്ഷത്തിൽ കുറച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ പ്രതീക്ഷ ഭയങ്കര വലുതാണ് മനസ്സിൽ. ആ പ്രതീക്ഷ തെറ്റാതെ തിയേറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു ഭയങ്കര വിചാരിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന തീയതി അന്ന് തന്നെ ജിത്തു സാറിന്റെ പടം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വലിയ പടം ഇറങ്ങുമ്പോൾ കൂടി ഇറക്കാനായിട്ട് പേടിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഇറക്കാം എന്നത്. ഇതിപ്പോ എടുക്കുന്ന ഒരു നല്ല, കാരണം രണ്ട് ജോണറാണ്, രണ്ട് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പടം ഇറങ്ങുന്നതിന് കൂടി ഇറക്കിയേക്കാം എന്നൊരു തോന്നുന്നുണ്ടാകാൻ? അതിപ്പോ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. രണ്ട് ജോണറാണ് പടം ഇറങ്ങുന്നത്, ഈ ആഴ്ച തന്നെ ഇറങ്ങാൻ പോകുന്നത് അല്ലെ. പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതൊരു യൂത്ത് വൈബ് പടമാണ്. എന്നാൽ യൂത്ത് വൈബ് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസിനെയൊക്കെ അല്ലെ പടത്തിൽ തിയേറ്ററിലേക്ക് കയറ്റാൻ പോകുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ രണ്ട് സിനിമകൾ നന്നായി പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഒരു സേഫ് ആയിട്ട് പോകും, അതിൽ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരു പടം ഓപ്പോസിറ്റിൽ നമ്മൾക്ക് നല്ലതാണ്, ബെറ്ററാണ്, ഒരു കുഴപ്പമില്ല, പേടിയില്ല, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു പടം വേണം ഓപ്പോസിറ്റ്. കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിന്ന് ഇപ്പൊ സിനിമയിലേക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ചെറിയൊരു ജോബ് അല്ല. അതിപ്പോ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം, അപ്പോൾ പ്രേക്ഷകരിലേക്ക് എങ്ങനെ അത് എടുക്കും എന്നുള്ളത് നല്ലവണ്ണം വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കണ്ടന്റ് വെളിയിൽ കൊണ്ടുവരുന്നത്. അപ്പം പ്രേക്ഷകൻ ചിലപ്പോൾ അത് ജഡ്ജ് ചെയ്ത് അപ്പോൾ കാണുന്നത് വെച്ചു പോകും, കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സിനിമ കയറി അങ്ങനെ ടോക്ക് അതൊരു കവക്കാണ്. ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെ ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ കൂടുതൽ സിനിമയിലേക്ക് ഉപയോഗിക്കുന്ന മാർക്കറ്റിന് വേണ്ടി. അപ്പം താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആണ്. അപ്പം ഇങ്ങനെ പ്രേക്ഷകർ പലപ്പോഴും ഇങ്ങനെ പല ജഡ്ജ്മെന്റിലാവുമ്പോൾ നമ്മുടെ എഫേർട്ടിന്റെ ഒരു മൂല്യം കിട്ടാതില്ല, അങ്ങനെ തോന്നലുണ്ട്. ഇല്ല, ഈ സിനിമ എന്ന് പറയുന്നതും ഒരു കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് ഈ പറഞ്ഞ ഞാനാണെങ്കിലും സുബിനായാലും സനീഷനായാലും എല്ലാവരും ഈ കണ്ടന്റ് വീഡിയോസിൽ നിന്ന് എങ്ങനെയെങ്കിലും സിനിമയിലോട്ട് എത്തുക എന്നുള്ള ഇതാണ്. അപ്പൊ ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിൽ കയറ്റുക, ഇവരുടെ ഫോളോവേഴ്സൊക്കെ പോയി തിയേറ്ററിൽ കാണും, എന്നിട്ട് ഇവർക്ക് ചെറിയ പരിപാടി റോളുകൾ കൊടുക്കും. അപ്പൊ പക്ഷേ ഈ പടത്തിൽ എന്തായാലും ഞാനത് ഉറപ്പിച്ച് പറയാണ്, ഈ പറഞ്ഞ നിങ്ങൾ 3 പേരെ ഞാൻ നേരത്തെ സനീഷേട്ടൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. സനീഷേട്ടനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ഈ പടത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞങ്ങളെ 3 പേരെയും ഈ പടത്തിൽ എന്തായാലും റീച്ചിന് വേണ്ടിയിട്ടോ വേറെ ഒന്നിനോ വേണ്ടിയിട്ടോ അല്ല കാസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം എനിക്കാണേലും ഈ പടത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ തന്നെ ചില സമയത്ത് ഇട്ടിട്ടുണ്ട്, അതായത് വിതീഷിന്റെ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും വലിയ റോളൊക്കെ വെച്ചെന്റെ തലയിൽ തന്നെന്നുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും തിയേറ്ററിൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു ഗേളിന്റെ ബോയ്സ് ഗാങ് എന്ന് പറയുന്ന ഒരു വേറെ ലെവലാണ്. അപ്പൊ ഒരു മെക്രാനി എന്നൊക്കെ പറയുന്ന ഒരു വേറെ മോഡാണ്. അപ്പൊ ഒരു ഭയങ്കര പവർ കിട്ടിയ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഈ ട്രെയിലർ കാണുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഗ്യാങ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ ആയിരുന്നു. ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ സെറ്റ് ഫണ്ടാക്കിയതും ഇവർ 3 പേര് തന്നെയാണ്. ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്താണെങ്കിലും ഈ സ്ക്രിപ്റ്റിൽ ഇവർ 3 പേരായിരുന്നു ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഈ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റാം അതിന്റെ ഒരു ഭാഗമാവെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇപ്പൊ ഈ കാണുന്ന അല്ലെങ്കിൽ ഇത്രയും മസിൽ പിടിച്ചിരിക്കുന്നത് പോലെ അല്ലായിരുന്നു. നമ്മൾ ഭയങ്കര കമ്പനി ആയിട്ട് ഭയങ്കര ഒരു ക്യാമ്പസ് ലൈഫ് മൂഡ് തന്നെയായിരുന്നു. ബാക്ക് ടു കോളേജ് വൈബായിരുന്നു.
ശേഷം അടുത്ത ചിദംബരം ഓണായിട്ടുണ്ട്. ബാലൻ എന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിന്റെ ഷൂട്ട് പൂർത്തിയായി. ഒരു ബാലനാണ് നായകൻ. പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുള്ള സിനിമയാണ്. അതിലെനിക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു 90 ദിവസത്തെ ഷൂട്ടായിരുന്നു. വയനാട് തിരുനെല്ലി ഭാഗമായിരുന്നു എൻ്റെ മെയിൻ ലൊക്കേഷൻ. ഞാൻ എഡിറ്റ് നടന്നുകൊടുക്കുന്നു. ഒരു വർഷം സിനിമ എന്തായാലും ഇറങ്ങുന്നതാണ്. മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു വലിയ പടമായിട്ടാണ് വരുന്നത്. അതിപ്പം ജാനവൻ പോലൊരു സിനിമ ആയിരുന്നില്ല മഞ്ഞുമൽ ബോയ്സ്. അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമയല്ല ബാലൻ. കുറെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ടൊവിനോ അതിൽ ക്യാമിയോ റോൾ വരുന്നുണ്ട്. എന്താ പറയാൻ പറ്റും? റൂമേഴ്സ് നല്ലതല്ലേ, അത് അങ്ങനെ വരട്ടെ. അതൊക്കെ സസ്പെൻസ് ആകുമ്പോഴല്ലേ എൻ്റെ ഒരു സുഖമുണ്ടാവും. അപ്പൊ അത് സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. വീണ്ടും ഒരു 100-200 കോടി ഹിറ്റ് അടിക്കാനുള്ള സാധ്യത. സ്ഥലം കുറവാണ്, ഞാൻ ഒരു പുതിയ വീട് കൂടെ വാങ്ങിക്കുന്നുണ്ട്. ഡയറക്ടറോടാണ് ചോദ്യം. അതായത് പ്രകമ്പനത്തിന്റെ ഫസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ അതൊരു കൺസെപ്റ്റ് ഒന്നും ഇതായി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കമ്പാരിസൺ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടികപ്പിയായാലും രോമാഞ്ചം അല്ലെങ്കിൽ ഇപ്പോൾ മഹാരാജ ഹോട്ടൽ എന്ന് പറഞ്ഞ അഖിലനാർട്ടി വരുന്ന ഒരു ഹോസ്റ്റൽ മൂവി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കമ്പാരിസൺ വരുമ്പോഴും ഇതിനപ്പുറം റിലീസ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത് റിവ്യൂവിങ്ങിനെയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂവിങ് അല്ലെങ്കിൽ റിവ്യൂ ബോംബിങ്ങിനെ ഭയപ്പെടുന്നുണ്ടോ? സിനിമ നന്നായെങ്കിൽ പിന്നെ ഇതിന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എൻ്റെ പ്രൊഡക്ഷനും ഇതിൽ ആക്ട് ചെയ്ത എല്ലാവർക്കും എന്തായാലും ആ ഒരു പേടിയില്ല. പിന്നെ പറയുന്നവർ പറയും, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഓരോരാളുടെ ജോലിയല്ലേ. റിവ്യൂസ് പറയാം, നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. എനിക്ക് തോന്നുന്ന റിവ്യൂസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോഴാണ് അവരുടെ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടുക. പോസിറ്റീവ് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്തിനും നമുക്ക് നെഗറ്റീവിനാണ് എപ്പോഴും ആൾക്കാർ അതിനെ ചകയുക. അപ്പം അതിനൊന്നും നമ്മൾ ഉത്തരം കൊടുക്കുന്നില്ല. പടം കണ്ടിട്ട് അത് അവർ തീരുമാനിക്കട്ടെ, അല്ലെ, ഡിസൈഡ് ചെയ്യട്ടെ നല്ലതാണോ മോശം. എന്തായാലും ഞങ്ങളുടെ ടീമിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പടം പറക്കായിട്ടുണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആയിട്ടുള്ള ശ്രീധരനാണെങ്കിലും സുധീഷ് ചേട്ടനാണെങ്കിലും ഈ ചേട്ടനാണെങ്കിലും കാർത്തിക് സാറാണ്, കാർത്തിക് സുബ്രാജ് സാറാണ്, അവരൊക്കെ ഹാപ്പിയാണ്. എന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഗണപതി, കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ താടി പിടിച്ച് മീശ മാത്രം ലുക്ക് കണ്ട്, അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നപ്പോഴാണ് ഗണ്ണു ലുക്ക് കാണുന്നത്. സോ എന്താണ് ഈ ലുക്കിന് ഇപ്പൊ പെട്ടെന്നൊരു ചേഞ്ച് വന്നത്? ഇത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ധൂമകേതു എന്ന് പറഞ്ഞൊരു സിനിമ സജിൻ ഗോപുവും ഞാനും അഭിനയിക്കുന്നത്. സുധീർ മാഡിസൺ ഡയറക്ഷൻ, ഹാപ്പി ഹവേഴ്സിന്റെ പ്രൊഡക്ഷനിൽ ചെയ്യുന്നൊരു സിനിമ. അതിന്റെ ഭാഗമായിട്ടാണ് വീശിനാക്കാതെ ഞാനിങ്ങനെ നമ്മൾ ഓരോ കോലത്തിൽ നിൽക്കണ്ടേ, ഓരോ വേഷങ്ങൾ. അതപ്പോൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വീശ. കഴിഞ്ഞ സിനിമയിൽ ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിമ്രോ ഷോർട്ടിന്റെ ടൈമിൽ വരും, അതുവരെ ക്യാരവനിലാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സിനിമയിൽ എങ്ങനെയുണ്ടായിരുന്നു? മറുപടി കൊടുക്കേണ്ടതുണ്ട്, അതിന് കൊടുക്കേണ്ടതുണ്ട്, മറുപടി കൊടുക്കേണ്ടതുണ്ട്, കൊടുക്കണം, അത് കൊടുക്കേണ്ടതുണ്ട്. ഒരു സീൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരവനിൽ പോകുന്നല്ലേ പറഞ്ഞത്. ഒരു സീൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റ് ലൈറ്റൊക്കെ കൊണ്ട് പൊളിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഷോട്ട് റെഡി ആകുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ആളെ വിളിക്കും, എന്തായാലും വിളിക്കാൻ പോകുമല്ലോ. അപ്പം ക്യാരവനിൽ കാണില്ല. പുള്ളി നമ്മൾ കൂടുതലും ഏകദേശം എനിക്കൊന്ന് 2 മണി 3 മണിയൊക്കെ ഷൂട്ട് പോയിരുന്നു. അപ്പോൾ പുള്ളി ഈ സെറ്റിന്റെ എവിടെയെങ്കിലായിട്ട് ഒരു മോരിയിൽ ഒരു ചാക്കോ എന്തെങ്കിലും പേപ്പറൊക്കെ വിരിച്ച് ചുരുണ്ടിറങ്ങുന്നത്. അത് കിട്ടുന്ന 10 മിനിറ്റോ 5 മിനിറ്റോ അത് സുഖകരമായിട്ട് അവിടെ നിന്ന് ഉറങ്ങും. കൂർക്കമ്പരി മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ആള് ക്യാരവനൊന്നുമല്ല, ഫുൾ ടൈം അവിടെ ഇവിടെ കേട്ട് ചുരുണ്ട് കൂടി കിടക്കും. ആളെ സെറ്റിൽ വിളിക്കുന്ന പേര് സ്ലീപ്പിംഗ് സ്റ്റാർ എന്നാണ്. അത് ഈ ടീമിൽ എല്ലാവർക്കും അറിയാം. അതെ, സ്ലീപ്പിംഗ് സ്റ്റാർ. ക്യാരവൻ കേട്ടത് ആദ്യം പടം കിട്ടിട്ട്